5 ദീപം 10 വളർത്തികള് എണ്ണ പകുതി മഷിയുണ്ടുണ്ട് ചാഞ്ചല്യം ഉണ്ടല്ലോ. ചാഞ്ചല്യം സമ്മാനം കൂടെ ഉദയം ഒക്കെ വിലയിരുത്തുന്നതാണ്. ദർപ്പമില്ലാതെ അവിടെ ദർപ്പമില്ലാതെ അവിടെ ഉണ്ട്. മൊബൈൽ എടുത്തുണ്ടോ? മൊബൈൽ എടുക്കണ്ടോ? കൊണ്ടുപോ. സ്വർണം പുഷ്പാക്ഷരം തെളിയം മലർന്ന് അരിക്കണം. ഇതോ ഇരിക്കണം. കണ്ടില്ലേ? പുഷ്പാക്ഷരം മദ്യമല്ല, ഉപരി ഉപരി കണ്ട സ്വർണം ഇതായിരിക്കും. ചന്ദനം പോലെ മലർന്ന് മലർന്ന് പടിഞ്ഞാറോട്ട് പ്ലവമായി. എടുത്താ ഇടവക്കാലംശമായി കാണാൻ പറ്റും. ഇടവൻ രാശിയിൽ ഇടവക്കാലംശമായി കാണാൻ പറ്റും. പറയുന്നത് സൗമ്യാനാം ഉദയഞ്ജ വ്യക്തി അമരാജായ അഭിമതയെ തദേതര ദേവസ്ഥിന്റെ അനുഗ്രഹം പോയി. വ്യാഴന്റെ ഇഷ്ടസ്ഥിതി ഉണ്ടെങ്കിൽ ദേവ അനുഗ്രഹം ഉണ്ടെന്നും വ്യാഴം 3, 6, 8, 12 ദേവ അനുഗ്രഹം ഇല്ലെന്നും പറയണമെന്നാണ്. ഇവിടെ ഇപ്പോൾ ഇടവൻ രാശിയിലാണ് സ്വർണം വെച്ചത്. അതിൻ്റെ 2 വ്യാഴമുണ്ട്. അപ്പോൾ ദേവ അനുഗ്രഹമുള്ള താമ്പൂലം വയ്ക്കുന്നത് 10 വെറ്റിലയാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന വെറ്റിലയെ ആദ്യം 2 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു. 10നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. അതിനെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100 ആയി. അതിനോട് 1 കൂട്ടുക, 101 ആയി.
ഇപ്പോൾ 101-നെ 7 കൊണ്ട് ഹരിക്കണം. അപ്പോൾ അതിന് 7 കൊണ്ട് ഹരിക്കുന്നതിനേക്കാളും എളുപ്പം വഴി 14-നെ 7 കൊണ്ട് ഗുണിച്ച് നോക്കുക. 98. അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 101 കിട്ടും? 3 അല്ലേ? അപ്പോൾ ശിഷ്ടം 3 ആണ്. ഇപ്പോൾ 1 ആണെങ്കിൽ സൂര്യൻ, 2 ആണെങ്കിൽ ചന്ദ്രൻ, 3 ആണെങ്കിൽ ചൊവ്വ, 4 ആണെങ്കിൽ ബുധൻ, 5 ആണെങ്കിൽ വ്യാഴം, 6 ആണെങ്കിൽ ശുക്രൻ, 7 ആണെങ്കിൽ ശനി. അതാണ് താമൂലഗ്രഹം. നമുക്കപ്പോൾ 3 ആണ് വന്നത്. അപ്പോൾ ആദ്യത്തെ ചന്ദ്രൻ ചൊവ്വയാണ് വന്നത്. ചൊവ്വ എന്തോ ഫലം പറയുന്നത്? ദുഃഖായ ഭാനുരുദിത ശുഭശശാങ്ക പ്രഷ്ടുജ കലഹരം. ദേവന്റെ നടയിൽ വെച്ച് തന്നെ നിങ്ങളൊരു കലം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ദേവൻ പറയുന്നത്. കലഹങ്ങൾ ഉണ്ടാവണം. തിരുനടയെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധിക്കും. സ്പർദ്ധ ഉണ്ടാകുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലകൂടുതൽ സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ആരും ഇവിടെ ഉടക്കുണ്ടാക്കാൻ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശബ്ദം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ദേവന്റെ നടയിൽ വെച്ച് തന്നെ. ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ 10 മിനിറ്റില് നിങ്ങളല്ലേ പറഞ്ഞ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? ഞങ്ങളെ അറിയില്ല. അറിവുണ്ടെന്ന് ഉണ്ടെങ്കിലല്ലേ ഇത് കാണിക്കുന്നത്. ഇല്ല, അത് വെളിയിലുള്ള ആളുകളുടെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ആരുണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞ ഇവിടെ ദേവന്റെ നടയിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ദീപാരാധന സമയത്തായിരുന്നു. അപ്പോൾ എന്തായാലും ദേവാനുഗ്രഹമുള്ള രാശിയാണ് കിട്ടിയത്. അതുകൊണ്ട് നന്നായി. നമുക്ക് എന്തൊക്കെ ദോഷം വന്നിട്ടുണ്ടോന്നൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രഹങ്ങളെ ദക്ഷിണാമൂർത്തി, ഗണപതി, സരസ്വതിയൊക്കെ ആവാഹിച്ച് വെച്ചിരിക്കുന്നത്. ഇവരെ ഉദ്ദേശിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം. ഇത് തെറ്റിയെടുക്കില്ലേ? ഇല്ല, തെറ്റിയെടുക്കുക. അതിനെ തെറ്റി മാറ്റി. ഉദ്ദേശിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു ദക്ഷിണ കൊടുക്കണം, താന്ത്രിക്കും ഇദ്ദേഹത്തിന് ഒരു ദക്ഷിണ കൊടുക്കണം. വെറ്റയില്ലേ അവിടെ? ജോലിയുണ്ട് വെച്ച കുട്ടിക്ക് വെറ്റ നമ്മൾ ഉണ്ടാകും. പണി വേണമെങ്കിൽ അടിക്കാം. കഴുകാൻ
അതിൽ പ്രശ്നം ഇല്ലേ? ആ ജാസ്തി പ്രശ്നം